അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടന്ന് പുകഴ്ത്തി പറഞ്ഞ ആ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, നമ്മളിൽ ചിലരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. അല്ലാഹു നമ്മളെ കുറിച്ച് പടന്ന് പുകഴ്ത്തി പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിങ്ങളെയും പടച്ചറപ്പുണ്ടല്ലോ. ആ റബ്ബൊരു മനുഷ്യനെ സ്വാഗതം പറയണമെങ്കിലോ, ഒരാളെ വാഴ്ത്തി പറയണമെങ്കിലോ, ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിലോ അവന് സാധാരണ ഒരു മനുഷ്യനില്ലല്ലോ, അവന് സാധാരണ ഒരു പെണ്ണല്ലല്ലോ. പടച്ചവനെ അല്ലാഹു അത്ര ഇഷ്ടപ്പെട്ടവരെയല്ലേ അല്ലാഹു പുകഴ്ത്തി പറയുകയുള്ളൂ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് പുകഴ്ത്തി പറയണമെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ആരാണ് ഖുർആനിലൂടെ പടച്ചറപ്പ് പുകഴ്ത്തി പറഞ്ഞ വിഭാഗമാരാ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ പടന്ന് ഖുർആനിലൂടെ അല്ലാഹു പുകഴ്ത്തിയ ആരെയും അറിയുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് പുകഴ്ത്തുകയാണ്. വബശിരിൽ മുഖ്ബിതീൻ, നബിയേ അവിടുന്ന് സന്തോഷവാർത്ത പറയണം നബിയേ. അവിടുന്ന് സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തരികയാണ്. മുഖ്ബിതീങ്ങൾക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുക നബിയേ, മുഖ്ബിതീങ്ങൾക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുക നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗം എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നah ഹും ഫീഹാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്. മുഹമ്മദീങ്ങളെ കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉലൈക അസ്ഹാബുൽ ജന്നah ഹും ഫീഹാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചില ആൾക്കാരെ പുകഴ്ത്തി പറയുന്നുണ്ട്, അല്ലാഹു ചില ആൾക്കാരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവര് സ്വർഗത്തിന്റെ അവകാശികളാണ്, അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാരാണെന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തുകയും പുകഴ്ത്തുകയും അവര് സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കി തന്ന ആ മുഹബ്ബത്തീങ്ങൾ എന്ന് പറയുന്ന ആ വിശിഷ്ട വിഭാഗം, ആ വിശിഷ്ട അതിഥികൾ, ആ വിശിഷ്ട ഗുണമുള്ളവർ ആരാണെന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ 4 വിഭാഗം ആൾക്കാരുണ്ട്.
അവർക്ക് 4 ഗുണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരുടെ ഗുണങ്ങൾ എന്താ. അള്ളാഹു വാഴ്ത്തണമെങ്കിൽ, അള്ളാഹു ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ അർഹതയില്ലാത്തവൻ അള്ളാഹു പറയുകയില്ല. ഒരാൾ അള്ളാഹു വാഴ്ത്തി പറയണമെങ്കിൽ, പുകഴ്ത്തി പറയണമെങ്കിൽ യോഗ്യതയില്ലാത്തവനെ പറയില്ല. നമ്മളെ എങ്ങനെ പറയൂ? കൈയിട്ട് വാരുന്നവനെയും കള്ളനെയും കൊള്ളക്കാരനെയും കൊലപാതകയെയും വളരെ മോശമായ ജീവിതം നയിക്കുന്നവനെയും നിസ്കരിക്കാത്തവനെയും ഖുർആൻ ഓതാത്തവനെയും കള്ളുകുടിക്കാത്തവനെയും വേണമെങ്കിൽ സ്റ്റേജിൽ വിളിച്ചു കയറ്റിയിരുത്തിയിട്ട് നമ്മൾ പറയും ഇവൻ മഹാനാ, ഇവൻ മഹാനാ എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നല്ലവനാണ്, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് അള്ളാഹു പറയണമെങ്കിൽ അതിന് 4 യോഗ്യത വേണം. അള്ളാഹു ആ യോഗ്യത നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ യോഗ്യത നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹു തന്നെ പറയുന്നുണ്ട് ആ 4 യോഗ്യത എന്താ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പറയുന്ന 4 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തിയത്, നമ്മളെയാണ് അല്ലാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ 4 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിലനിർത്തുക. ഇല്ലയോ ഇന്നു മുതൽ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും ചെറുപ്പക്കാരൊക്കെ പുറത്ത് നിൽക്കുക. പടച്ചവനെ എന്തിനാന്നറിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താന്ന് വെച്ചാൽ പുറത്ത് നിൽക്കുന്നവൻ പറയും സ്വർഗത്തിൽ പോണോ. ഈ പുറത്ത് നിൽക്കുന്നവരോട് ചോദിക്കുകയാ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അവര് പറയും ഉസ്താദെ സ്വർഗത്തിൽ പോണോ. അല്ലേ? കണ്ണിന്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാത്തവനാ ഇനി അവിടുത്തെ സ്വർഗത്തിൽ പോവാ. കണ്ണിന്റെ മുന്നിൽ സ്വർഗം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ഇത് ദുനിയാവിലെ സ്വർഗമാ. ദുനിയാവിൽ 2 സ്വർഗമേ ഉള്ളൂ. ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസ്, രണ്ടാമത്തെ സ്വർഗം എവിടെ? അതങ്ങ് മദീനയിലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് ഇങ്ങനെ അടയാളം വെച്ച, ആ റൗള ശരീഫിന്റെ ചാരത്ത് അടയാളം വെച്ചിരിക്കുന്ന സ്ഥലം, അതാണ് സ്വർഗത്തിൽ ദുനിയാവിലെ 2ാമത്തെ സ്വർഗം. അല്ലാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ദുനിയാവിലെ സ്വർഗമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ സ്വർഗം കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് കയറാതെ ഇല്ലല്ല ഞാൻ വെളിയിലെ നിൽക്കുവല്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും കേറില്ല ഉസ്താദെ. മോനെ ചിലപ്പോ നാളെ ഇത് ഒറ്റ കാരണത്തിന്റെ പേരിൽ ഈ പുറത്തായി പോയ വലിയ പരിതാപകരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ആ മുഖ്ബിതീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്കുള്ള ഗുണമെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വാഴ്ത്തി പറഞ്ഞ, അതാ പുകഴ്ത്തി പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? അവരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ കലാമ് തന്നെയാണ് പറയുന്നത്. അല്ലാഹു തന്നെയാണ് അടയാളം പറയുന്നത്.
പറയുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്ന ആ ഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു തരികയാ. അവരുടെ അടയാളം എന്തെന്നറിയുമോ? അവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്. അവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അല്ലാഹു അവരുടെ അടയാളങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വസ്സാബിരീന അലാ മാ അസ്വാബഹും വൽമുഖീമീന الصلاة ومما رزقناهم ينفقون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് 4 അടയാളങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടാകുന്ന 4 അടയാളങ്ങളുണ്ടല്ലോ. അവന്റെ 4 പ്രത്യേകമായ ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും പറയുകയാണ്, ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ പറയുന്ന അടയാളങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? നീ ഭാഗ്യവാനാണ്, നീ അല്ലാഹ് ഇഷ്ടപ്പെട്ടവനാണ്, അല്ലാഹു വാഴ്ത്തി പറഞ്ഞവനാണ്, അല്ലാഹു ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞവനാണ്, അല്ലാഹു ഖുർആനിലൂടെ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാ. അല്ലാഹു ഒന്നാമതായി പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പിടപിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ണ് നിറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടോ എന്ന് പറയുമ്പോ ഒരു പേടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരുന്നുണ്ടോ? ഈ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്നുള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടയാളം, അവന്റെ മുന്നിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, അവന്റെ ഹൃദയം പിടപിടയ്ക്കും, അവന്റെ കൈകാലുകൾ വിറയ്ക്കും, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു വട്ടമല്ല 1,00,000 പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയം വിറയ്ക്കുമോ? നമ്മുടെ ആരുടെയെങ്കിലും കൈകാല് വിറയ്ക്കോ? അല്ലാഹ് എന്ന് 1 കോടി പ്രാവശ്യം പറഞ്ഞാലും നമ്മുടെ കണ്ണ് നിറയാറില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹനെ കുറിച്ചുള്ളൊരു ഭയം, ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു പേടി നമുക്കില്ലല്ലോ. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവർ, അതാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളതാർക്കാ? ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അവരുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി അവരുടെ കൈകാലുകൾ വിറയ്ക്കും. പേടിയ നമ്മൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ ആരാ പേടിക്കുക? ആർക്കാണ് ഒരു അല്ലാഹനെ കുറിച്ചുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ആ അല്ലാഹനെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹനെ കുറിച്ചുള്ള ഭയമില്ല, പേടിയില്ല. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി പറയേണ്ടവരാണെന്നുള്ള ഒരു ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിസ്കാരം മുടക്കുകയില്ല, നമ്മൾ ഈ തോന്നിവാസം കാണിക്കുകയില്ല, കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും പലിശ തിന്നുകയും തോന്നിവാസങ്ങൾ കാണിക്കുകയും അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ
കൊണ്ട് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയമുണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ. ആ ബോധമെന്തേ സഹോദരാ നിനക്കില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്തേ നിനക്കില്ലാതെ പോയത്? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ചറപ്പിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പലരും പറയാറുണ്ട്, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? 5 നയാ പൈസയുടെ കഷ്ടപ്പാടില്ല, 1 രൂപ പോലും നിങ്ങളെ ചിലവാക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി കടന്നു വരികയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. എന്റെ ജീവിതത്തിൽ എനിക്ക് അധികമായിട്ട് ഈ നന്മകൾ ചെയ്യണം നബിയേ. അതുകൊണ്ട് എനിക്ക് നന്നാകുന്നതിന് വേണ്ടി ഒരു വഴി പറഞ്ഞു തരുമോ? ആരാവെന്ന് ചോദിക്കുന്നത് അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയാ. അബൂദർ ആരെന്നറിയുമോ? കണ്ടുപിടിക്കുന്ന ചെറുപ്പക്കാരനല്ല, വ്യഭിചരിക്കുന്ന ചെറുപ്പക്കാരനല്ല, അല്ലാഹുവിനെ ഭയമില്ലാത്ത ചെറുപ്പക്കാരനല്ല. ആരാണ് അബൂദർ എന്നറിയുമോ? അബൂദറിന്റെ മഹത്വം അറിയണമെങ്കിൽ, അബൂദറിന്റെ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ, അബൂദർ സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു മറ്റു സഹാബികളെ പോലെ ഒരു സാധാരണ സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ അബൂദറിന്റെ സ്ഥാനം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂദർ ഇങ്ങനെ നടന്നു പോകുന്നത്. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പോകുന്നത് അബൂദറല്ലേ നബിയേ? അവിടുന്ന് പേരെടുത്തിട്ട് ചോദിക്കുകയാണ്, പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടെ അത്ഭുതത്തോടെ കൂടെ ചോദിക്കുന്നു, ജിബ്രീലേ, അബൂദർ നിനക്ക് എങ്ങനെ അറിയാം? അബൂദർ നിനക്ക് എങ്ങനെ അറിയാം? അബൂദർ ആരാണ്? ആ പോകുന്നത് അബൂദർ ആണെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നത്? അബൂദറിന് നിനക്ക് പരിചയമുണ്ടോ? എങ്ങനെയാ സ്വഹാബികൾ നിനക്ക് പരിചയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അത്ഭുതത്തോടെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? റസൂലല്ലാഹ് നബിയേ, പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ആകാശ ലോകമുണ്ടല്ലോ, ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞു കൊടുക്കും നബിയേ. മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാ.
അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ്. ഈ ചെറുപ്പക്കാരനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ നന്നാകാനൊരു വഴി പറഞ്ഞതാ നബിയോ, നന്മകൾ അധികരിപ്പിക്കണം നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടൊരു വഴി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നന്നാകണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, കൂടി മാറ്റണം ഉസ്താദ്, എന്റെ ദുസ്വഭാവങ്ങൾ മാറ്റണം ഉസ്താദ്, എനിക്ക് നിസ്കരിക്കുന്നവനാകണം ഉസ്താദ്, എനിക്ക് അല്ലാഹുവിനെ ഭയം ജീവിക്കുന്നവനാകണം. പക്ഷേ കൊണ്ട് കഴിയുന്നില്ല എന്ന് സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, ആകാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാ. ഹോസ്പിറ്റലിലും പോകണ്ട, ഡോക്ടറെയും കാണണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, നിനക്ക് നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഇവിടുത്തെ പള്ളിക്കാട്ടിലേക്ക് നിനക്കൊന്ന് കടന്നു പോകാൻ കഴിയുമോ? ഖബർസ്ഥാനുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും മരിച്ചാൽ കൊണ്ടുപോയി ഖബറടക്കുന്ന ഇവിടത്തെ പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകണ ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ട പ്രായം ചെന്ന ബാപ്പമാരെ, വയസ്സായിട്ട് പോലും നിനക്ക് നന്നാകാൻ കഴിയുന്നില്ലെങ്കിലോ, മോശമായ സ്വഭാവങ്ങൾ മാറ്റാൻ കഴിയുന്നില്ലെങ്കിലോ, നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? നാളെ പണച്ചവരെ ഒരു 10 മണിയാകുമ്പോ ആരുമില്ലാത്ത സമയത്തോ, ഇമാമ് പോലും ഇല്ലാത്ത സമയത്തോ, നാളെ പകലൊരു 10 മണിയാകുമ്പോ നാട്ടിലെ പള്ളിപ്പറമ്പിലേക്ക് നിനക്കൊന്ന് കടന്നു പോകാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെന്നാൽ നിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകും, നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ എല്ലാ അഹങ്കാരവും മാറുമടാ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ്. കാരണം അവിടെ കിടക്കുന്നവർ നിന്നെ പോലെ ഈ ദുനിയാവിന്, ഈ നാടിനെ വിറപ്പിച്ച പലരും അവിടെ കിടപ്പുണ്ട്. അവിടെ പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് പേരവിടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടോ. അവന്റെ മുകളിൽ നട്ടിവെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികൾ പോലും നിന്നെ ഉപദേശിക്കുകയാണ്, നന്നാകാനുള്ള ഒരു എളുപ്പവഴി പള്ളിപ്പറമ്പിൽ പോകലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറങ്കാട്ടിൽ പോയിട്ട് ആരാ നന്നാകാത്തത്? അതുകൊണ്ടാണ് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞു തന്നത്, ഖബറെന്നു കേട്ടാൽ ടെൻഷനും ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം ചെറുപ്പക്കാരാ. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, ഖബറെന്ന് പറയുന്നത് കേട്ടാലേ നിന്റെ ഹൃദയം വിറക്കണം ചെറുപ്പക്കാരാ, പേടിക്കണമടാ ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരെ, ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. കാരണം അത് കളിക്കണ്ട സ്ഥലമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ഇങ്ങനെ നടന്നു വരുമ്പോ കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇങ്ങനെ കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബ, കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, അവിടെ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ കൂടെ വന്നവർ പറയുന്നു, നബിയേ, ഖബർ കുഴിക്കുകയാണ് നബിയേ, മയ്യത്ത്
എടുത്തടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് കബറ് കുടിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അതാ റസൂലുള്ളാഹി ഓടുകയാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ അവിടുന്ന് ഓടുകയാണ്. എല്ലാവരും കബറിന്റെ ചാരത്ത് ചെല്ലുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടി വരുന്നത് കാണുമ്പോ കബറ് കുടിച്ചുകൊണ്ടിരുന്ന സ്വഹാബികൾ അവിടെ നിന്ന് മാറുകയാണ്. റസൂലുള്ളാഹിയല്ലേ കടന്നു വരുന്നത്, എല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് കബറിന്റെ ചാരത്ത് വന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന കബറിന്റെ പുറത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. അവിടെന്ന് മുട്ടുകുത്തിയിരിക്കുകയാണ്, അവിടെന്ന് മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൺതടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഒരു വാക്ക് പോലും റസൂലൊന്നും മിണ്ടുന്നില്ല. സ്വഹാബികൾ മുഴുവനും ചുറ്റുഭാഗത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുമ്പോ ഒരുപാട് സമയം ആ കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. എന്നിട്ട് തന്റെ കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചത് എന്തെന്നറിയുമോ? സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നിരന്നിരിക്കുന്നവരോട് പറയുകയാ, സഹോദരാ, പള്ളിപ്പറമ്പില് ഇവിടത്തെ കബറസാലിൽ എവിടെയെങ്കിലും ഒരു കബറ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ ചാരത്തൊന്ന് പോകുവോ? ധൈര്യമുണ്ടോ പൊന്നുമോനെ? നീ അത്രയും വലിയ ധൈര്യമുള്ളവനാണെന്ന് പറയുമല്ലോ. ഇവിടത്തെ പള്ളിപ്പറമ്പിൽ ഏതെങ്കിലും ഒരു കബറ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാരത്ത് പോയിട്ട് നിനക്കും ഇറങ്ങാൻ കഴിയുമോ? കബറിനകത്തും ഇറങ്ങടാ, അതിന്റെ ധൈര്യം കാണട്ടെ. അതിനകത്ത് ഇറങ്ങി ഒന്ന് കടക്കാൻ പറ്റുമോ? 10 മണി സമയത്ത് പകലാണല്ലോ. ആ സമയത്ത് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഒരു കബറിനകത്ത് ഇറങ്ങിയിട്ട് ഇരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? പേടിക്കുമടാ നിന്റെ ഹൃദയം, നിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. നീ പേടിച്ചു പോകുമടാ ചെറുപ്പക്കാരാ. കബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? പേടിയാടാ നിനക്ക്, പേടിയാടാ ചെറുപ്പക്കാരാ. ഇവിടെ ഇരിക്കുന്ന 50ഉം 60ഉം വയസ്സുള്ള വാപ്പയോട് ഞാൻ ചോദിക്കുകയാ, ധൈര്യമുണ്ടെങ്കിൽ നാളെ ആരുമില്ലാത്ത സമയത്ത് ആ പള്ളിപ്പറമ്പിലെ ഏതെങ്കിലും ഒരു കബറിന്റെ ചാരത്ത് പോയിട്ട് നിനക്കൊന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു കാറ്റടിച്ചാ നിന്റെ കൈകാലുകൾ വിറയ്ക്കുമല്ലോ. കുറച്ചവനെ എന്തുകൊണ്ടെന്നറിയുമോ? അവിടെ ഒരുപാട് പേര് കിടപ്പുണ്ട്. നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാർ, ഒരുപാട് കൊലകൊമ്പന്മാർ. ഞാനാണ് വലുതെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നടന്ന പലരും അവിടെ കിടക്കുന്നുണ്ടടാ. നിന്റെ കള്ളുകുടി മാറുമടാ, നിന്റെ ധിക്കാരം മാറുമടാ, നിന്റെ അഹങ്കാരം മാറുകയാ, നിന്റെ സർവഭാഷകളും മാറുകയാ. പടച്ചവനെ, പള്ളിപ്പറമ്പിൽ നിന്ന് നിറകണ്ണുകളോടെ വീർത്തൊലിച്ചുകൊണ്ടല്ലാതെ നിനക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാ കരയുകയാണ്, കരയുകയാണ്. കണ്ണീരിങ്ങനെ താടി രോമത്തിലൂടെ ഒഴുകുകയാണ്. എല്ലാവരും ചോദിച്ചു, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. നരകത്തിന്റെ തീയെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോ, കുറിച്ച് പറയുമ്പോ, ഈസാനിനെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കബറെന്ന് പറയുമ്പോ കരയുന്നല്ലോ? കാരണം എന്താണെന്ന് ഉസ്മാൻ തങ്ങളോട് ചോദിച്ചപ്പോ അവിടെ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? നിനക്ക് കബറെന്താണെന്ന് അറിയണമെങ്കിൽ ഈ പള്ളിപ്പറമ്പിൽ പോകണ്ട.
ആരും പള്ളിപ്പറമ്പിൽ പോകണ്ട. നാളെ 10 മണിയാകുമ്പോ നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്ത്, നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളുമില്ല, എല്ലാവരും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിന്റെ വീടിന്റെ പകല് നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് അതിലെല്ലാം അടച്ചിട്ട്, ഫാനടച്ചിട്ട്, ലൈറ്റിടാതെ ജനലുകൾ അടച്ചിട്ട്, മൊബൈല് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഒറ്റയ്ക്ക് നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്തിരിക്കാ ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? പ്രിയപ്പെട്ട ബാപ്പാ, പള്ളിപ്പറമ്പിലെ കബറ് പോകട്ടെ. നിന്റെ വീടിന്റെ അകത്ത് ലക്ഷങ്ങൾ കൊടുത്ത് നീ പണിത് വെച്ചിരിക്കുന്ന വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് പാടിടാതെ വാതിലടച്ചിട്ട് ഒരു 10 മിനിറ്റ് നിനക്ക് പേടിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പേടിയാ മോനെ. എങ്ങനെയാടാ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് പോയി കിടക്കുന്നത്? റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയോ? കബറിനെ എനിക്ക് പേടിയാ, കബറ് കാണുന്നത് എനിക്ക് പേടിയാ. കാരണം എന്തെന്നറിയോ? ഉസ്മാന് ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഈ ദുനിയാവിൽ ഏകനായിട്ട് പോയി കിടക്കണ്ട, ഏകാന്തനായിട്ട് പോയി കിടക്കണ്ട, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. കബറാണ് സഹാബ. പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ, സീരിയൽ കാണുമ്പോ കരച്ചല് വരുമല്ലോ. പക്ഷേ ഖബർ നീ കണ്ടിട്ടില്ലല്ലോ, നീ പള്ളിപ്പറമ്പില് പോകാറില്ലല്ലോ. നീ പേടിക്കേണ്ട പെങ്ങള്, നിനക്ക് നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരോ. നിന്റെ സീരിയൽ കാണുന്ന ഭ്രാന്ത് മാറണോ? സീരിയൽ കണ്ടിട്ട് കരയുന്ന സ്വഭാവം മാറണോ? നന്നാകണോ? നാട്ടിലാരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നു തന്നിട്ട് അവരോട് ചോദിക്കണം, എവിടെയാ മയ്യത്ത് കുളിപ്പിക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? പടച്ചറപ്പേ, മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നീയൊന്ന് പോകുമോളെ. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോകുങ്ങളെ. നിന്നെ പോലെ വികാര വിചാരമുള്ള ആഗ്രഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള മോഹങ്ങളുള്ള നിന്നെ പോലെ പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഇങ്ങനെ കിടക്കുകയാ. പാവ കിടക്കുന്നത് പോലെ, പാവ കിടക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും അതുപോലെ കിടക്കുകയാ. കിടപ്പ് കണ്ട പേടിക്കും പെങ്ങളെ, നന്നാകും പെങ്ങളെ. അതിനെ കുറിച്ചുള്ള ഭയം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞ അബൂദറേ, പള്ളിപ്പറമ്പിൽ പോകൂ, മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോകൂ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗമാരാ. അവനല്ലാഹുവിനെ പേടിയുള്ളവരാ, അവനല്ലാഹുവിനെ പേടിയുള്ളവരാ. അവരോട് നരകം പറയുമ്പോ, അവരോട് ഖബർ പറയുമ്പോ, അവരോട് പരലോകം പറയുമ്പോ, അവരോട് സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, അവരോട് മീസാനിനെ കുറിച്ച് പറയുമ്പോ അവരുടെ കൈകാലുകൾ വിറയ്ക്കുകയാ, അവരുടെ കണ്ണ് നിറയുകയാ. അതുകൊണ്ട് ആ ഗുണമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട പെങ്ങള്, ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ, അല്ലാഹു ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ. ആ പേടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്നു കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. യൂസുഫ് നബിയുടെയും സുലൈഖാ ബീവിയുടെയും ചരിത്രം കേൾക്കാൻ പെങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നിനക്ക് സുലൈഖാ ആരെന്നറിയോ? സുലൈഖാ ബീവിയുടെ ചരിത്രം നിനക്കറിയുമോ? സുലൈഖാ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രണയിച്ചത് മാത്രമല്ലേ നിനക്കറിയോ? എന്നാൽ അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട് പെങ്ങളെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരിയുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ.
എല്ലാ പെണ്ണുങ്ങൾക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈഖ ബീവിയുടെയും ചരിത്രം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അത് ലവ് സ്റ്റോറിയാണെന്ന് പറയുന്നവരുണ്ട്. എങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റി, ചരിത്രമുള്ളതാണ്. അവിടെ നിന്ന് വിളിച്ചു കയറ്റിയിട്ട് കൊട്ടാരത്തിന്റെ വാതിലടച്ചു. മണിയറയുടെ വാതിലടച്ചിട്ട് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് വല്ലാത്ത ഒരു പ്രണയമാണ്, അതുകൊണ്ട് എന്റെ ആഗ്രഹം നീ സാധിച്ചു തരണം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന രാജകുമാരി യാചിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചതാ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല മആദല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത ഭയമാ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സുലൈഖ, നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. നമുക്ക് ചരിത്രം അറിയാം. യൂസുഫ് നബി ഇറങ്ങി ഓടി, സുലൈഖ പുറകെ ഓടി, യൂസുഫ് നബിയുടെ വസ്ത്രത്തിൽ കയറി പിടിച്ചു വലിച്ചു കീറി. ചരിത്രം നമുക്കറിയാം. എങ്കിൽ അതിനൊരു പിന്നാമ്പുറ ചരിത്രമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവസാനം കൊട്ടാരത്തിന്റെ ജയിലറയിലേക്ക് പിടിച്ചടക്കപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. സുലൈഖ ബീവിയെ യൂസുഫ് നബി തന്നെ വിവാഹം കഴിച്ചു. വിവാഹമെല്ലാം കഴിഞ്ഞു മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കുന്നില്ല. യൂസുഫ് നബിയോട് ഒരു ഭാര്യ പെരുമാറേണ്ടതുപോലെ ആ കിടപ്പറയിൽ സഹകരിക്കുന്നില്ല, വലിയ പരിഗണന കൊടുക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ സുലൈഖയോട് ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ സുലൈഖ. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിനക്ക് ഹലാലാക്കി തന്നു. നീ ഇന്ന് എന്റെ ഭാര്യയാണ്. എന്തുകൊണ്ട് നീ എന്നോട് സഹകരിക്കുന്നില്ല? എന്തുകൊണ്ട് നീ എന്നോട് സഹകരിക്കുന്നില്ല? സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, എന്റെ പെണ്ണുങ്ങൾ പഠിക്കണം, എന്റെ സഹോദരിമാര് പഠിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, അന്ന് നിന്നെ ഞാൻ കേറി പിടിച്ചത് അതിനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു. എനിക്ക് നീ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രണയമായിരുന്നു, എനിക്ക് നിന്നോട് ആർത്തിയായിരുന്നു, മോഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കേറി പിടിച്ചത്. പക്ഷെ ഇന്ന് നിന്നെ അല്ലാഹു എനിക്ക് ഹലാലാക്കി തന്നിട്ടും ഞാൻ സഹകരിക്കാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല, ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് യൂസുഫ് നീയല്ല, നിന്നോടുള്ള പ്രണയമല്ല. ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്റെ റബ്ബ, ആ റബ്ബിനോടാണ് എനിക്ക് ഭയം, ആ റബ്ബിനോടാണ് എനിക്ക് പ്രണയം. അതുകൊണ്ടാണ് എനിക്ക് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പോലും പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് കേറണം പെങ്ങളെ. അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയെന്നറിയോ? സ്വഹാബത്തൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹ് എവിടെയായിരിക്കുന്നേ? നിങ്ങൾ അറിയണം അല്ലാഹ് എവിടെയായിരിക്കുന്നേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇരിക്കുന്നത് അർശില. സഹാബത്ത് ചോദിച്ചു, ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നത് എവിടെയാ? അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, നീ സീരിയൽ കണ്ടിട്ട് കരയും, നീ സിനിമ കണ്ടിട്ട് കരയും. അതുകൊണ്ട് നിന്റെ ഈ ദുസ്വഭാവം മാറണമെങ്കിൽ നീ മരിച്ച വീട്ടിൽ പോയിട്ടും മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി നില്ല്, നിന്റെ ഈ ദുസ്വഭാവം മാറും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ ആ വിശിഷ്ട അതിഥികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ അടയാളം, അവർക്ക് അല്ലാഹനെ കുറിച്ച് പറയുമ്പോൾ പേടിയാ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കും, അവർ പേടിച്ചു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെയും ഹൃദയം പിടയ്ക്കാറില്ല, നമുക്കങ്ങനെ തോന്നാറുമില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പാപം ചെയ്യുന്ന സമയത്തെങ്കിലും അല്ലാഹനെ കുറിച്ച് ഓർക്ക്.
ഒരു പാപം ചെയ്യുന്ന സമയത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചൊന്ന് ഓർക്ക്. മരണം കാണുമ്പോഴെങ്കിലും ഒരാള് പ്രായമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ രോഗമുള്ളവരാകട്ടെ രോഗമില്ലാത്തവരാകട്ടെ ഒരാളുടെ മയ്യത്ത് കാണുമ്പോഴെങ്കിലും നീ ഒന്ന് മരണത്തെ കുറിച്ച് ഓർക്ക്. പള്ളിപ്പറമ്പിലെ ഖബർ കാണുമ്പോ അള്ളാഹുവെ നീയും പോയി കിടക്കേണ്ടവരാണെന്നുള്ള ഒരു ഭയം നിനക്ക് കടന്നു വരട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെ പറയുകയാണ്. അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവരുടെ മുന്നിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബേ അവരുടെ ഹൃദയങ്ങളെ പിടയ്ക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ അവർ പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ പടച്ചറപ്പിലേക്ക് പടച്ചവനെ പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് രണ്ടാമതായി പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ രോഗങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ കടങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ മരണങ്ങളാകട്ടെ അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവര് കുറ്റം പറയാറില്ല, അവര് പരാതി പറയാറില്ല, അവര് ക്ഷമിക്കുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ മനുഷ്യരാരെന്നറിയുമോ? അവനുണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അവന് ക്യാൻസർ വന്നാലും പരാതിയില്ല, ട്യൂമർ വന്നാലും പരാതിയില്ല, കച്ചവടം തകർന്നാലും പരാതിയില്ല, ലക്ഷങ്ങളുടെ കടം വന്നാലും പരാതിയില്ല, പടച്ചവനെ 10 വർഷമായിട്ടും മക്കളില്ലെങ്കിലും പരാതിയില്ല, പടച്ചവനെ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിലും അവര് പരാതിയില്ല. അല്ലാഹു അവന് എന്ത് പരീക്ഷണം കൊടുത്താൽ അവന് പരാതി പറയൂല. അവന് ക്ഷമിക്കുന്നവനാ, അവന് ക്ഷമിക്കുന്നവനാ. അല്ലാഹു ആദരിച്ച, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ ആ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ക്ഷമിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരാം. ദുഃഖമില്ലാത്ത ആരുമില്ല, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, പടക്കാത്ത ആരുമില്ല, രോഗങ്ങളില്ലാത്തവർ വളരെ കുറവാണല്ലോ. ജീവിതത്തിൽ പ്രയാസമില്ലാത്തവരാളുമില്ല. എല്ലാവരും പറയും ഉസ്താദേ വല്ലാത്ത പ്രയാസമാണ്, ഇതെന്തൊരു ജീവിതമാണ്. പടച്ചവനെ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ, സദഖ കൊടുക്കുന്നവനായിരുന്നല്ലോ, എന്നിട്ടും അല്ലാഹു എനിക്കിങ്ങനെ തന്നല്ലോ. ഒരിക്കലും പറയല്ലോ, നിങ്ങൾ ഒരിക്കലും പറയല്ലോ. പറയും ഉസ്താദേ അല്ലാഹുവിന് എന്നോട് വല്ലാത്ത വെറുപ്പാട്, അല്ലാഹുവിന് എന്നോട് വല്ലാത്ത ദേഷ്യമാണ്. അതുകൊണ്ടല്ലേ റബ്ബ് എനിക്ക് ക്യാൻസർ തന്നത്, അതുകൊണ്ടല്ലേ അല്ലാഹു എനിക്ക് മക്കളെ തരാത്തത്, അല്ലാഹു എനിക്ക് വീട് തരാത്തത്, എനിക്ക് സമാധാനം തരാത്തത്. ഒരിക്കലും പറയല്ല മുസ്ലിമേ, ഒരിക്കലും പറയല്ല മുസ്ലിമേ. ഒരിക്കലും അല്ലാഹുവിന് നിന്ന് വെറുപ്പുള്ളത് കൊണ്ടല്ല. രണ്ടാമത്തെ അടയാളം, അവർക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവര് ക്ഷമിക്കും. നാട്ടുകാരോട് പറഞ്ഞു കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോട് ചോദിക്കുക എന്താടാ മുഖം വാടിയിരിക്കണം, എനിക്ക് തലവേദന എടുക്കണം, 4 പേരോട് പറഞ്ഞാലേ നമ്മുടെ തലവേദന മാറും. നമുക്ക് എന്തെങ്കിലും ഒരു തലവേദന വന്നാൽ പോലും നമ്മൾ 4 പേരോട് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് നമ്മൾ പറയണ എന്താ? ഉസ്താദെ 20 കൊല്ലമായി ഉസ്താദെ പെണ്ണ് കെട്ടിയിട്ട് ഇതുവരെ മക്കളെ എനിക്ക് അല്ല തന്നില്ല, എന്റെ കൂടപ്പുറപ്പിനെല്ലാം വീട് കൊടുത്തു, എനിക്ക് വീട് തന്നില്ല. അല്ല എന്താ ഉസ്താദെ എനിക്കൊന്നും തരാത്തെ? എന്താ അള്ളാഹ്ക്ക് എന്നോട് വൈരാഗ്യവും? നമ്മൾ അങ്ങനെ കരുതണേ. എടാ പൊന്നാര ചങ്ങാതി, നീ പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹ് എന്തേ ചെയ്യണമെന്നറിയോ? കെട്ടിപ്പിടിച്ച് സ്നേഹിക്കൂല.
നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അൻബിയ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയന്മാർക്കായിരുന്നില്ല, വ്യഭിചരിച്ചവർക്കായിരുന്നില്ല, ശിർക്ക് ചെയ്തവർക്കായിരുന്നില്ല. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ആ മുത്തി നബിയെ ഇഷ്ടമില്ലാഞ്ഞിട്ട് അള്ളാഹു പരീക്ഷിച്ചേ? എടാ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു. ഉമ്മാനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചു. തനിക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാവരും ഓരോന്നോരോന്നായി മരണപ്പെട്ടു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു. അള്ളാഹു കൊടുത്ത എത്ര മക്കളെയാ സ്വന്തം കൈകൊണ്ട് കബറടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു. നിങ്ങൾ ആരെങ്കിലും നടന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ 2 കല്ല് വയറ്റി വെച്ച് കെട്ടി. ഇന്നത്തെ കുട്ടികൾ ചോദിക്കും, കല്ല് കെട്ടിയ വിശപ്പ് മാറുമോ? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്നാൻ ഭക്ഷണമില്ലാതെ ഇല പറിച്ച് തിന്നിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ അവിടുത്തെ കുടുംബം കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇല തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ തിന്നും. മന്തി അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പറ, ജീവിതത്തിൽ ഇതുപോലെ അള്ളാഹു വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ടെന്തേ? വെറുപ്പുള്ളത് കൊണ്ടാ? അല്ല, സ്നേഹം കൂടിയത് കൊണ്ട്. അല്ല ഇഷ്ടപ്പെട്ട അങ്ങനെ. അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല ഇവനെ ഒന്ന് അളക്കും. ചുമ്മാതെ ഒന്ന് ഓസിൽ കയറി പോകാൻ പറ്റുമോ സ്വർഗത്തിൽ? അള്ളാഹു ചോദിക്കുന്നുണ്ട്, നീ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റണ ഊട്ടിയ സ്വർഗം അല്ല. അവിടെ പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടടാ എന്റെ പ്രിയപ്പെട്ട സഹോദര. അള്ളാഹു അങ്ങോട്ട് പരീക്ഷിക്കും. അല്ല നിന്നെ വിറപ്പിക്കാൻ അങ്ങോട്ട്. നിനക്ക് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരും. എന്തിനെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ല പറഞ്ഞു, അല്ല നിന്നെ അള്ളാഹു പരീക്ഷിക്കും. സ്നേഹം കൂടി അങ്ങനെ അല്ല. എന്നിട്ട് അവസാനം ഒരു കെട്ടിപ്പിടുത്തുണ്ട്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പരീക്ഷിക്കും സഹോദര. അള്ളാഹു വേദനിപ്പിക്കും. ദുഃഖവും ദുരിതവും കടവും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇതിന്റെ ജീവിതത്തിൽ വരും. ഞാൻ പറഞ്ഞതല്ലല്ലോ, അള്ളയല്ല ഇത് പറഞ്ഞേ. ഞാൻ പറഞ്ഞതല്ലല്ലോ. അല്ലാഹു പറയുകയാണ്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാ പരീക്ഷിക്കണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എണ്ണി അല്ലാഹു പറയുന്നു, ഒന്ന് നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ഇല്ലേ? ഇന്ന് മുസ്ലിം 4 ഭാഗത്ത് നിന്ന് ശത്രുക്കൾ ഇങ്ങനെ കൂടിയിട്ട് മുസ്ലിമിനെതിരെ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ഏക സിവിൽ കോഡ് വരുന്നുണ്ടടാ, പൗരത്വ ബില്ല് വരുന്നുണ്ടടാ, നാടും വീടും കുടുംബവും വിട്ടിട്ട് പോകടവടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക. ഇത് അല്ലാഹു പറഞ്ഞതല്ലേ പണ്ടേ? ഇത് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുമെന്ന്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഇപ്പോഴേ വരണ്ടിരിക്കുക, ഉസ്താദെ പടച്ചവനെ ഈ നാടൊക്കെ വിട്ടിട്ട് പോണമല്ലോ, പ്രമാണം തപ്പണമല്ലോ, പണ്ടത്തെ രേഖ വേണമല്ലോ, ഇല്ലെങ്കിൽ ഇവിടുന്ന് എല്ലാത്തിനെയും ജയിലിൽ കൊണ്ട് അടയ്ക്കുമല്ലോ. വരണ്ട് നടക്കുക. പിന്നെ ഓസിന് കയറി പോകാൻ പറ്റുമോ സ്വർഗത്തിൽ? എടാ, പൗരത്വ ബില്ല് ഇന്നല്ല നടപ്പാക്കിയേ. കേന്ദ്ര ഗവൺമെന്റ് അല്ല പൗരത്വ ബില്ല് നടപ്പാക്കിയേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുറൈശികൾ പൗരത്വ ബില്ല് നടപ്പാക്കി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കത്ത് വെച്ചുകൊണ്ട് ഖുറൈശികൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, മദീനയിലേക്ക് പോകുന്നവരോട് പറഞ്ഞു, എടാ പോകുമ്പോ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായും പൊക്കോളാൻ. എന്താ പറഞ്ഞേ? ഖുറൈശികളോട് വലിയ വലിയ കോടീശ്വരന്മാരായ സഹാബത്തിനോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകുന്നെങ്കിൽ പൊക്കോ, പക്ഷേ നീ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീ ഇട്ടിരിക്കണ വസ്ത്രത്തോടെ നീയും നിന്റെ റബ്ബും കൂടെ പൊക്കോളാൻ. സഹാബത്ത് പറഞ്ഞു പോടാന്ന് പറഞ്ഞിട്ട് അവര് പോയി. അവരാ
സഹാബികൾ. ആ സഹാബികളുടെ കഥ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിരിക്കാൻ വേണ്ടിയാണെന്നല്ല. ഇത് അള്ളാഹു നേരത്തെ നിനക്ക് പറഞ്ഞു തന്നതാ. നമ്മളും പോകേണ്ടവരും വരണ്ടിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും ഇത് നമ്മുടെ നാട് തന്നെയല്ല. നമ്മുടെ നാട് ഇവിടെ അല്ല. അള്ളാഹു ഈമാൻ നൽകി മാറട്ടെ. ഇവര് പറയണ നമ്മുടെ നാട് ഇതല്ല എന്നല്ലേ. സത്യം നമ്മുടെ നാടിതാ. നമ്മുടെ നാടിതാണോ? അങ്ങനെ കാശ് കൊടുക്കണം. നമ്മുടെ നാടിതാണോ? നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ വീട് എവിടെയാണ്? ഖബറോ? നമ്മുടെ യഥാർത്ഥ വീട് എവിടെയാ? നമ്മുടെ ഉപ്പാപ്പ എവിടാ ജനിച്ചത്, താമസിച്ചേ? ആദം നബി. ആദം നബി എവിടെ താമസിച്ചേ? ഹവ്വാ റളിയല്ലാഹു തആല അൻഹ താമസിച്ചത് എവിടെയാ? സ്വർഗ്ഗത്തിൽ. അതല്ലേ നമ്മുടെ നാട്. അള്ളാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കും. പതറിപ്പോകരുത്. അത് സ്നേഹം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളൊക്കെ റബ്ബിനോട് പറയും, ക്യാൻസർ തരല്ലേ അല്ലാ, അല്ലേ? ആരെങ്കിലും ആഗ്രഹിക്കുക വരാൻ? ഞാൻ നിങ്ങൾ ആഗ്രഹിക്കൂല. എങ്കിലും നാളെ പരലോകത്ത് വെച്ച് ഒരു ക്യാൻസർ രോഗിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നമ്മൾ അവിടെ നിന്നിട്ട് പറയും, പടച്ചോനെ എനിക്കിതുപോലും വന്നില്ലല്ലോ അല്ലാ. ക്യാൻസർ പിടിച്ചവൻ, കാരണം 6 രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. അതിൽപ്പെട്ട ഒരു രോഗമാണ് വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് മരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള രോഗം വന്ന് മരിച്ചവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയും, പടച്ചോനെ ഇതുപോലും നമുക്ക് വന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. മൈക്ക് സൗണ്ട് വീടോ? എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവിടെ നിന്ന് ഖേദിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, ദുഃഖമില്ലാത്ത ആരുമില്ല. ഒറ്റ ഹദീസ് എഴുതി വെച്ചാ മതി സഹോദരാ. പടച്ചവനെ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്താണെന്ന് നീ ഒന്ന് പഠിച്ചു നോക്കൂ. മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമല്ലോ. ഈമാൻ കാര്യം 6 കാര്യങ്ങളിൽ 6ാമത്തത് എന്തെന്നറിയുമോ? വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുണ്ട്. പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിനക്ക് വിശ്വാസമുണ്ട്, മുസ്ലിങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ 6ാമത്തെ കാര്യം വിശ്വസിക്കാൻ നിനക്ക് വല്ലാത്ത മടിയാണ്. 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് നീ വിശ്വസിച്ചാല് യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് ഈമാൻ കാര്യത്തിൽ 6ാമത് പഠിക്കുന്നവരാ. എന്നിട്ടും ജീവിതത്തിൽ പ്രയാസം വരുമ്പോ നിലവിളിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ചരിത്രമറിയുമോ? പ്രിയപ്പെട്ടവർക്കറിയാം, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല. ഞാനും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവനാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാ. ഈ വാഴ കേൾക്കാമെന്നിരിക്കുന്ന ഓരോ പെണ്ണിനും കണ്ണീരോടെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. നിങ്ങൾ ആരോടും പറയല്ലോ, നിങ്ങൾ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലോ. ഇതിനൊരു പരിഹാരം പറയാ. ഇതൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാ. ഞാൻ പറയുന്ന ഒരേ ഒരു ഹദീസ് നിങ്ങൾ ഹൃദയത്തിൽ എഴുതി വെച്ചാ മതി. ഞാൻ പറയുന്ന ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരിക്കലും നിങ്ങൾ പതറൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞല്ലോ, ലാ യളമൽ ജസാ മാ യളമൽ ബലാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, സമാധാനമില്ലാത്തവര്, കണ്ണീരോടുകൂടി കഴിയുന്നവര്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്കെന്തോ നല്ലത് വരാ പോകുന്നു. ആ നല്ലത് വരാ പോകുന്നതിന്റെ അടയാളമാണ് ഈ പ്രയാസമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാ,
ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്ക്, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഇവിടെ നാട്ടിൽ അങ്ങനൊന്നും ഇല്ലേ? എടാ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? ഇറക്കപ്പുറവുണ്ടോ? ദുഃഖം കഴിഞ്ഞാൽ സന്തോഷമുണ്ടോ? ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷത്തിന്റെ പിറകിൽ ഒരു ദുഃഖവുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ത്? ഈ ബുദ്ധിമുട്ട്. അങ്ങനെ കരുതിയാ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് ചിന്തിക്കണം. നീ ചിന്തിക്കേണ്ടത്, അള്ളാഹു നിനക്ക് എന്തെങ്കിലും പരീക്ഷണം തരുമ്പോ നിലവിളിയും കരച്ചിലുമല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാ. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. എവിടെ വെച്ചാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നബിയേ. വായിലൂടെ പതയും നുരയും വരുന്ന ഒരു രോഗമാണല്ലോ. കിടന്ന് പിടയുമല്ലോ, കിടന്ന് പിടയുമല്ലോ. എനിക്ക് വല്ലാത്ത വേദനയാ നബിയേ. എനിക്ക് സഹിക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് എന്റെ രോഗമൊന്ന് മാറാ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് പരാതി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന നീ സഹിച്ചാ നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. എന്തു വേണം ഞാൻ ദുആ ചെയ്യണോ? നീ ക്ഷമിക്കാൻ തയ്യാറാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന നീ സഹിച്ചാ നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ദുആ ചെയ്യണ്ട നബിയേ, ദുആ ചെയ്യണ്ട നബിയേ. ഞാൻ ആ വേദന സഹിക്കാൻ തയ്യാറാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്ക് വേണം നബിയേ. ആ പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ നിന്ന് നടന്നു പോവുകയാണ്. പടച്ചവനെ, സ്വർഗ്ഗം കിട്ടുമല്ലോ. വേദന സഹിക്കുന്നതിന് പകരം അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തരുമല്ലോ. ആ പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്നിട്ട് തിരിച്ചും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. രോഗം മാറാനല്ല, രോഗം മാറാനല്ല. പിന്നെ എന്തിനാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? ഈ അവസ്മാര രോഗം വന്ന് ഞാനങ്ങ് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. ഈ രോഗം വന്ന് കിടന്ന് പിടയുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാവുകയാണ്. അന്യപുരുഷന്മാര് കാണുന്നുണ്ട്, അന്യപുരുഷന്മാര് കാണുന്നുണ്ട്. രോഗം വന്ന് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാവിനോടൊന്ന് ദുആ ചെയ്യണം നബിയേ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, രോഗം വന്ന് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും എന്റെ ഔറത്തൊരുത്തരം കാണാ പാടില്ല. അന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനായിരുന്നു. നിനക്ക് ആ ചിന്തയില്ലല്ലോ. പരസ്യമായി ഔറത്ത് തുറന്നു വിട്ടുകൊണ്ട് നടക്കുന്ന കാലമാണല്ലോ.